ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ യാത്രയുടെ 28ാമത് ഭാഗമാണ് ഇന്ന് നമുക്കിവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ ഭാഗത്ത് കൈകേയിയുടെ പിടിവാശി മൂലം 2 വരങ്ങൾ കൈകേയി ചോദിക്കുകയാണ്. ആ അവസരത്തിൽ ഒരു അഘാതമേറ്റവനെ പോലെ അവിടെ തളർന്നിരിക്കുകയാണ് നമ്മുടെ ദശരഥ മഹാരാജാവ്. ആ ദശരഥ മഹാരാജാവ് ആ ക്രോധാലയത്തിൽ കൈകേയിയുടെ കാൽ കീഴിൽ അഭയം തേടിയതുപോലെ കിടക്കുക. എപ്പോഴെങ്കിലും ഒരു മാറ്റം വന്നാലോ എന്ന് കരുതി. പക്ഷെ കരിങ്കല്ലിൻ്റെ മനസ്സുള്ള കൈകേയിക്ക് ഒരലിവ് പോലും തോന്നിയില്ല. നേരം പുലർന്നപ്പോൾ ശ്രീരാമനെ അഭിഷേകം ചെയ്യാനുള്ള സമയമായി, അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് ഈ മഹാരാജാവിനെയും മഹാറാണിയെയും ഒക്കെ കാണാൻ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് കിങ്കരന്മാർ വരുന്നിടത്താണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃഷലാദി ജനങ്ങളും ഈ ശ്രീരാമൻ്റെ അഭിഷേകത്തിൻ്റെ കാര്യമറിഞ്ഞ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ അയോധ്യയിലേക്ക് എത്തിച്ചേർന്നു. ശ്രീരാമൻ്റെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അയോധ്യയല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ശ്രീരാമൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഉത്തരകോസലം എന്ന് പറയുന്ന സ്ഥലമാണ്. ആ ഉത്തരകോസലം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ. അവിടെയാണ് രാജ്യം അല്ലെങ്കിൽ രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾക്കറിയാം, ഭാരതത്തിൻ്റെ തലസ്ഥാനം ഡൽഹിയിലാണ്. അവിടെയാണ് ഭരണസിരാകേന്ദ്രമുള്ളത്. അതുപോലെയാണ് അയോധ്യയിലാണ് ഭരണസിരാകേന്ദ്രം. അപ്പോൾ അവിടത്തേക്ക് വിവരം തലേന്നേ ആൾക്കാർ അറിഞ്ഞു, ആൾക്കാർ ഒഴുകി വരികയാണ്. പല ആൾക്കാരും രാത്രി ഉറക്കമൊളിച്ച് അവിടെ പലതരത്തിലുള്ള ആട്ടവും പാട്ടും കൂത്തുമായിട്ട് അത് ആഹ്ലാദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അതും പല സ്ഥലത്തുള്ള രാജാക്കന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന് നിറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അതാണ് ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും അതുപോലെ ഭൂമിയെ പാലിക്കുന്ന ആൾക്കാരും ഭൂമി സ്പൃശോ വൃഷലാദി ജനങ്ങളും എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും, കച്ചവടക്കാരായ ആൾക്കാരുണ്ടാകും, അതുപോലെ സാധാരണ തൊഴിലാളികളുണ്ടാകും, അതുപോലെ തന്നെ ബ്രാഹ്മണാദി കർമ്മങ്ങൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ എത്തിച്ചേർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. താപസവർഗവും കന്യകാ വൃന്ദവും ശോഭ തേടുന്ന പെൺകൊറ്റക്കുട തഴ ചാമരം താലവൃന്ദം കൊടി തോരണം ശാമീകരാഭരണാധ്യലങ്കാരവും വാരണവാചീരഥങ്ങൾ പദാതിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാർ. സ്ത്രീബാലവൃദ്ധാവധീപുരാവാസികളാബദ്ധ കൗതുഹാലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിഞ്ഞതീ
രമ്യമകരായ ധാമണി കുണ്ടല സമുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ചതാലോചന ഭംഗിയും പുണ്ടരീകാരാതി മണ്ഡല തുണ്ടവും. ഇവിടെ ഈ ശ്രീരാമചന്ദ്രനെ കാണുവാനായിട്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ ഒഴുകി വരികയാണ്. അതിൽ താപസവൃന്ദം എന്നുവെച്ചാൽ താപസവർഗം എന്ന് വെച്ചാൽ സന്യാസിമാരായ ആൾക്കാർ ഉണ്ട്, അതുപോലെ തന്നെ കന്യകമാരായ അനവധി ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ആൾക്കാർ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നു എന്നിവിടെ പറയുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ശ്രീരാമചന്ദ്രൻ്റെ ആ അഭിഷേകത്തിനായിട്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്നു തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കൂലിപ്പണിക്കാരായ ആൾക്കാർ, കച്ചവടക്കാരായ ആൾക്കാർ, കൂടാതെ താപസന്മാർ വന്നു, സന്യാസിമാരായ ആൾക്കാർ വന്നു, നിരവധി കന്യകമാർ വന്നു. കന്യകമാരെന്ന് പറഞ്ഞാൽ ഏറ്റവും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് നിരവധി കന്യകമാർ അവിടെ എത്തിത്തുടങ്ങി. അതുപോലെ തന്നെ വർണ്ണമനോഹരമായിട്ടുള്ള കുടകൾ നിരവധി, അതുപോലെ തന്നെ ചാമരം, അതുപോലെ താലപ്പൊലി എടുത്തിട്ട് താലവൃന്ദങ്ങൾ, നിരവധി വർണ്ണങ്ങളിലുള്ള കൊടികൾ, അതുപോലെ എല്ലാ ഭാഗത്തുമായിട്ട് പലതരത്തിലുള്ള തോരണങ്ങൾ, കൂടാതെ സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങളും അലങ്കാരങ്ങളും, കൂട്ടത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സൈന്യങ്ങളും, അതുപോലെ എല്ലാ ജനങ്ങളും എന്നുവെച്ചാൽ പൗരജനങ്ങളും അവിടെ എത്തിച്ചേർന്നു. ആ കൂട്ടത്തിൽ നർത്തകിമാരായ ആൾക്കാർ, ഇവിടെ പറയുന്ന വെച്ചാൽ വാരനാരീജനം എന്ന് പറയുന്നുണ്ട്. ഇതിന് രണ്ടർത്ഥമുണ്ട്, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. വാരനാരീജനം എന്ന് പറഞ്ഞാൽ നർത്തകിമാർ എന്നാണ് ശരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ. കാരണം വെച്ചാൽ ഈ ഒരു അവസരത്തിൽ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നൃത്തം, കലാപരിപാടികൾ നടക്കുന്നു. അപ്പോൾ അതിന് നർത്തകിമാർ വന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് വളരെ മോശമായൊരു അർത്ഥമുണ്ട്. പദം മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അവിടെ വേശ്യകൾ എന്നൊരു അർത്ഥം കൂടി ഈ പറയുന്ന ഇതിനുണ്ട്. പക്ഷെ അതല്ല ഇവിടെ വരുന്നത്. ഇവിടെ നർത്തകിമാർ ആണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇതാക്കണം. അപ്പോൾ അവിടെ ഈ പറയുന്ന സ്ഥലത്ത് ഇതൊക്കെ ആര് നിയോഗിച്ചതാണെന്നറിയോ? വസിഷ്ഠൻ നിയോഗിച്ചതാണ് ഇതെല്ലാം എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ രത്നം പതിപ്പിച്ച സ്വർണ്ണ സിംഹാസനം അവിടെ എത്തിച്ചേർന്നു. അഭിഷേകത്തിനായിട്ടുള്ള സ്വർണ്ണ കുടങ്ങൾ വന്നു. കർമ്മം ചെയ്യുമ്പോൾ ഇരിക്കുവാനുള്ള പുലിത്തോൽ, പുതിയതായിട്ട് പുലിത്തോൽ വന്നു. അങ്ങനെ വസിഷ്ഠൻ എന്തൊക്കെയാണോ പറഞ്ഞ് വ്യവസ്ഥ ചെയ്തിട്ട് അതെല്ലാം തന്നെ അവിടെ എത്തിച്ചേർന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ അവസരത്തിൽ തലേന്നേ വന്ന ആൾക്കാർ, അപാലവൃദ്ധം ജനങ്ങളുണ്ട്. അവരൊക്കെ തലേന്നെ വന്നിട്ട് പരമാനന്ദത്തോട് പലതരത്തിലുള്ള ആഘോഷങ്ങളിലും മുഴുകി എന്നാണ് പറയുന്നത്. അവരെന്തിനാ വന്നെന്നറിയോ? ആ വന്ന കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. എന്തിനു വേണ്ടി വന്നു, ഏത് വിധത്തിലാണ് എന്നുള്ളത്. ചന്ദ്രികാ സുന്ദരമന്ദസ്മിതാഭയും കുന്തമുകുള സമാനദന്തങ്ങളും ബന്ധുകസൂന സമാനാധരാഭയും കന്ദരരാജിത കൗസ്തുഭരത്നഭും ബന്ധുരാപം തിരുമാറൂ മുദരവും സന്ധ്യാപ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭിക്കുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കൂപ്പിടും മൂരുകാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംബോജബാണാനിഷംഘാഭജംഘയും കമ്പം കലർന്നു കപടപ്രഭരനും കുമ്പിടുന്നൊരു പുറവടി ശോഭയും അംബോജ തുല്യമാമാഗ്രീതലങ്ങളും ജംബാരിരത്നം തൊഴും തിരുമേനിയും. ഇവിടെ പറയുന്നത് ശ്രീരാമനെ കുറിച്ച് അങ്ങോട്ട് വർണ്ണിക്കുക, ശ്രീരാമന്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്, ശ്രീരാമന്റെ ശരീരഘടനയെക്കുറിച്ച് പറയുകയാണ്. മനോഹരമായിട്ടുള്ള കവിൾത്തടങ്ങൾ എന്നാണ് പറയുന്നത്. താമര ഇതള് പോലെയുള്ള മിഴികള്, ചന്ദ്രനെ പോലെയുള്ള മുഖവും, അതുപോലെ തന്നെ ആ ചിരിയുണ്ടല്ലോ, അത് പൂനിലാവ് ഉദിച്ചതുപോലെയുള്ള പുഞ്ചിരിയുമാണ് ഉള്ളതെന്ന് പറയുന്നത്. ആ പുഞ്ചിരിക്കുന്ന അവസരത്തിൽ മുല്ലമൊട്ടുകൾ പോലെയുള്ള പല്ലുകളുണ്ട് ശ്രീരാമചന്ദ്രന് എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞാൽ മലരിപ്പൂവ് പോലെയുള്ള ചുണ്ടുകളും
കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭരത്നവും ഭംഗിയേറിയിട്ടുള്ള വീതിയുള്ള ഭംഗിയേറിയിട്ടുള്ള ആ തിരുമാറ്, നെഞ്ച്, അതുപോലെ തന്നെ ഉദരം, മഞ്ഞ വസ്ത്രം, അദ്ദേഹത്തിൻ്റെ ചേല മഞ്ഞയാണെന്നാണ് ഇവിടെ പറയുന്നത്, സ്വർണ്ണ അരഞ്ഞാണം, ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള കൈകാലുകൾ, അത്രയും മനോഹരമായിട്ടുള്ളതാണ് ആണെന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം അത്രയും ഇതായിട്ടുള്ള, അതുപോലെ തന്നെ ആനയുടെ മസ്തകം പോലെയുള്ള കാൽമുട്ടുകൾ, അതുപോലെ കാമദേവൻ എന്ന് പറഞ്ഞാൽ അത്രയും ആകർഷണമാണ് കാമദേവൻ്റെ അമ്പ് എന്ന് പറയുന്നത്. കാമദേവൻ്റെ ഒരു അമ്പ് തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അത് അതിനോട് പ്രത്യേക ഒരു മമത തോന്നും, അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന ആൾക്കാർ പോലും ചേർന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് കാമദേവൻ്റെ ആ കാമബാണം. അതുപോലെ ആ കാമദേവൻ്റെ ആവനാഴി പോലെയുള്ള കണങ്കാലുകൾ, ആമയുടെ പുറം ഭാഗം പോലെയുള്ള പാദതലങ്ങൾ, അങ്ങനെ ഓരോ ഭാഗങ്ങൾ അങ്ങനെ വർണ്ണിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് ഇത് മൊത്തം ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അതീവ സുന്ദരനായിട്ടുള്ള ആ ശ്രീരാമൻ്റെ ദിവ്യ രൂപം കാണുന്നതിന് വേണ്ടിയാണ് ഈ പൗരജനങ്ങളെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഹാരകടകവലയാങ്കുലീയാദി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീര കഴുത്തിൽ തിറത്തോടും ഗൗരത പത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രൻ മുതാ കാണായി വരുന്നു നമുക്കിനി എന്നിതം. മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുധനാകിയ രാമനെ കാണായി വരും പ്രഭാദേവതാ നിർണയം. പ്രഭാതത്തിൽ ശ്രീരാമചന്ദ്രന്റെ ഈ കോമള രൂപം നമുക്ക് കാണണം. അടുത്ത് അതിമനോഹരനായിട്ടുള്ള ലക്ഷ്മണൻ, സോദരനായിട്ടുള്ള ലക്ഷ്മണൻ അരികത്തുണ്ടാകും ആ അവസരത്തിൽ. അപ്പൊ ഇത്രയും മനോഹരമായിട്ട് ആ രൂപം കാണാൻ വേണ്ടി കൊതിച്ചും കൊണ്ടാണ് നിരവധി ആൾക്കാർ അവിടെ അപാലവൃദ്ധം ജനങ്ങൾ തങ്ങി കൂടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോടുത്സഖ്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്താനന്ദപൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരവാസികളാധരാൽ. തലേന്നേ വന്നു, അവർ വന്നിട്ട് അവിടെ ഈ ആട്ടും കൂട്ടും എല്ലാം ഇതാവുന്നുണ്ട്. പക്ഷേ അവർക്കൊരു വിഷമം, ഈ രാത്രി ഒന്ന് പോയി കിട്ടിയാലല്ലേ നേരം പുലർന്നാലല്ലേ ഈ ശ്രീരാമചന്ദ്രൻ്റെ ഈ പട്ടാഭിഷേകം കാണാൻ കഴിയും. അപ്പോൾ അവർ പറയുകയാണ് രാത്രിയാം രാക്ഷസി. കാരണം ഇതൊരു രാക്ഷസിയെ പോലെ ഇത് പോകുന്നേ ഇല്ല, ഇത് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇതൊന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ആ മാർത്താണ്ഡദേവനെ കാണാൻ കഴിഞ്ഞാൽ, ആരാ മാർത്താണ്ഡദേവൻ എന്ന് ഇവിടെ പറയുന്നത്? അത് സാക്ഷാൽ സൂര്യനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ സൂര്യൻ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നു അവിടെയുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അതിനെയും കാത്ത് അവർ ആ ആഘോഷത്തിൽ അങ്ങനെ പൗരജനങ്ങൾ ആനന്ദത്തിൽ മുഴുകി കഴിച്ചുകൂട്ടി ആ രാത്രി മുഴുവൻ എന്നാണ് പറയുന്നത്. അടുത്തത് വിച്ഛന്നാഭിഷേകം എന്ന് പറയുന്ന ഭാഗമാണ്. അന്നേരം ആദിത്യനും ഉദിച്ചിടിനാൻ, മനവൻ പള്ളിക്കുറിപ്പുണർന്നീലിന്നു, എന്തൊരു മൂലം അതിനൊന്നു മാനസേ ചിന്തിച്ചു മന്ദമന്ദം മതാ മന്ത്രിപ്രവരനാകുന്ന സുമീന്ദ്രരും അന്തഃപുരമകം പൊക്കാനതിദ്രുതം. രാജീവമിത്രഗോത്രോത്ഭുത ഭൂപദേ രാജരാജേന്ദ്ര പ്രവരാജയ ജയ ഇത്തം നൃപേനെ സ്തുതിച്ചു നമസ്കരിച്ചു താനവും ചെയ്തു വന്നിച്ചു നിന്നപ്പോൾ എത്രയും കിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്തകുലതയാം കണ്ടു സുമീന്ദ്രരും
സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. അവിടെ രാജകൊട്ടാരത്തിൽ ഈ കൈകേയിയുടെ അന്തഃപുരത്തിൽ രാവിലെ കുറേ ആൾക്കാർ വന്നു. അവർ വന്നിട്ട് ഈ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആ അവസരത്തിൽ ശബ്ദം കേട്ടിട്ട് കൈകേയി അവർ ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞു. പിന്നീട് ആരും അങ്ങോട്ട് പേടിച്ചിട്ട് പോയിട്ടില്ല. എന്നാൽ മന്ത്രിമാർക്കും, അത് വളരെ അടുപ്പമുള്ള മന്ത്രിമാർക്കും, ഗുരുവിനും, മാതാപിതാക്കൾക്കും, മക്കൾക്കും അന്തഃപുരത്തിലേക്ക് എപ്പോഴും വേണമെങ്കിൽ കയറാം. അപ്പോൾ അങ്ങനെയാണ് ഈ സൂര്യൻ ഉദിച്ചിട്ടും സ്വതവേ പുലർച്ചെ എഴുന്നേൽക്കുന്ന വസിഷ്ഠൻ അല്ലെങ്കിൽ നമ്മുടെ ദശരഥനെ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? കാരണം ഇത് വളരെ പ്രധാനമായിട്ടൊരു ദിവസമല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ, എന്നിട്ടും എന്തേ ഇദ്ദേഹത്തിനെ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് അതെന്താണെന്ന് അറിയാനായിട്ടാണ് ഈ പറയുന്ന സുമിന്ദ്രരായിട്ടുള്ള മന്ത്രി, ഏറ്റവും പ്രധാനമായിട്ടൊരു മന്ത്രിയാണ് സുമിന്ദ്രര്. അപ്പോൾ ആ സുമിന്ദ്രരായിട്ടുള്ള മന്ത്രി ഈ അന്തഃപുരത്തിനകത്തേക്ക് കടക്കുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴെന്താ കാണുന്നത്? അവിടെ വെറും നിലത്ത് മണ്ണിൽ കരഞ്ഞു വീർത്ത് തളർന്ന് കിടക്കുന്ന ദശരഥനെയാണ് കാണുന്നത്. ഉള്ളിലൊരു പെട്ടെന്നൊരു വിഷമം, എന്തോ അത്യാപത്ത് സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ അടുത്ത് തന്നെ ആരുണ്ട്? കൈകേയി ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈകേയിയുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാം ആർക്ക്? ഈ പറയുന്ന സുമന്ത്രർക്ക്. അതുകൊണ്ട് നിശ്ചിതമായിട്ടുള്ള ഒരു അകൽച്ച എപ്പോഴും ഉണ്ടാകും. കാരണം ഓരോ ആളുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മളും അതുപോലെ പെരുമാറണം. അല്ലെങ്കിൽ ചാടി എടുത്ത് കൊണ്ടുപോകാൻ നോക്കാൻ പാടില്ല. കാരണം എന്താ, അർഹതപ്പെട്ട ഒരാൾ അവിടെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ മന്ത്രി എന്ത് ചെയ്തു വെച്ചാൽ ഉടൻ തന്നെ വേഗം നമസ്കരിച്ചു. ആ നമസ്കരിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടു. എന്താ ചെയ്യുക? അങ്ങനെ ആ പൃഥ്വിയിൽ കിടക്കുന്ന ആ രാജാവിനെ കണ്ടപ്പോൾ വളരെ വിഷമത്തോടു കൂടി ഇദ്ദേഹം ചോദിച്ചു. ആര്? സുമീന്ദ്രൻ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ആരോടാ ചോദിച്ചത്? കൈകേയി മാതാവിനോട് ചോദിച്ചത്. കാരണം ഇതിൽ കൂടെ ഇങ്ങനെ തളർന്ന അവശനായി കിടക്കുകയാണ്. അദ്ദേഹത്തിനോടല്ല ചോദിച്ചത്. ചോദിച്ചു, ദേവി നാരീസമേ രാജപ്രിയാതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തെന്നോ മഹാരാജവല്ലഭേ ചൊല്ലുകെന്നെന്നോടു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമിന്ദ്രരോടന്നേരം. മന്ത്രി ചോദിച്ചു. എന്താ? വളരെ ബഹുമാനത്തോടുകൂടി ചോദിക്കുന്നു. കാരണം സ്വഭാവം കൃത്യമായിട്ട് അറിയാം. ഓരോ ആൾക്കാരുടെയും സ്വഭാവത്തിനനുസരിച്ച് പെരുമാറാൻ കഴിയുന്ന ആളായിരിക്കണം അവിടെ മന്ത്രിയായിട്ട് വെക്കേണ്ടത്. വ്യത്യസ്തം. കാരണം 10 ആൾക്കാരുടെ 10 തരത്തിലാണ്. രാജാവിൻ്റെ ഒരു സ്വഭാവമായിരിക്കും, രാജാവിൻ്റെ ഭാര്യയുടെ ഒരു സ്വഭാവമായിരിക്കും, മക്കളുടെ ഒരു സ്വഭാവമായിരിക്കും. അപ്പോൾ എല്ലാവരോടും നയത്തിൽ നിൽക്കാൻ പറ്റുന്ന നയതന്ത്രജ്ഞന്മാരായിരിക്കണം മന്ത്രി. ഇവിടെ കൈകേയിയുടെ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദേവി നാരീസമേ രാജപ്രിയതമേ, രാജാവിൻ്റെ പ്രിയ പത്നി. കാരണം അങ്ങനെ വിളിച്ചാൽ കുറെ കൂടി ഇതാവും, സോപ്പിടൽ എന്നെല്ലാം നമ്മൾ പറയാറില്ലേ. അപ്പോൾ അത്തരത്തിലാണ് ദേവി കൈകേയി. എന്താണ് രാജാവ് പ്രകൃതി പകരുവാൻ, എന്നുവെച്ചാൽ പ്രകൃതിയിലേക്ക് വരുവാൻ, ഈ റൂമിൽ നിന്നും പുറത്തേക്ക് വരാൻ താമസം എന്തേ എന്നാണ് ചോദിക്കുന്നത്. പൊതുവെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണല്ലോ. അപ്പോൾ എന്താണ് ബുദ്ധിമുട്ടുണ്ടോ? കിടക്കുകയാണ്, നിലത്തിൽ കിടക്കുന്നത്. അത് ചോദിച്ചിട്ടില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരണ്ട വെച്ചിട്ട്. അപ്പോൾ അത് എന്ത് വിഷയമായാലും എന്നോട് പറഞ്ഞോളൂ, ബുദ്ധിമുട്ടാകില്ല എങ്കിൽ എന്നോടൊന്ന് പറയൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോഴെന്താണ് മറുപടി പറയുന്നത്? ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല, രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിനാ സ്വതന്ത്രത്വം ഭവിക്കയാൽ. ഇവിടെ പറയാണ്, രാത്രിയിൽ രാജാവിന് ഉറക്കം തീരെ ഉണ്ടായില്ല, ഒരു സ്വസ്ഥതയും ഉണ്ടായില്ല. അപ്പോൾ അതിന് കാരണം രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്കയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനും
രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമീന്ദ്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. അവിടെ ഈ കൈകേയി ഒരു നുണ അങ്ങോട്ട് പറയുകയാണ്. കൈകേയിയുടെ കാര്യം നടക്കണമെങ്കിൽ ശ്രീരാമൻ വനത്തിലേക്ക് പോകണം. ശ്രീരാമൻ വനത്തിലേക്ക് പോകണമെങ്കിൽ ദശരഥൻ ഈ കാര്യം ശ്രീരാമനോട് പറയണം, അല്ലെങ്കിൽ ഈ കാര്യം ശ്രീരാമൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അപ്പോൾ ശ്രീരാമൻ ഇവിടെ വന്നല്ലേ പറ്റൂലൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞില്ല, പക്ഷെ മറുപടി ഇങ്ങനെ പറഞ്ഞു. എന്താണ്? രാത്രി തീരെ ഉറക്കമുണ്ടായിട്ടില്ല, പലതും ചിന്തകളായിരുന്നു. ഏതൊരവസരത്തിലും രാമരാമേതി എന്ന് വെച്ചാൽ രാമ 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 എന്ന് വിളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് സത്യമാണ് കേട്ടോ, രാമ രാമ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീരാമനെ കാണാത്തത് കൊണ്ട് മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യൂ, എത്രയും പെട്ടെന്ന് ആ ശ്രീരാമനെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയൂ. അപ്പോൾ രാജാവിൻ്റെ ആ വിഷമം ഒന്ന് മാറുമല്ലോ എന്നാണ് ഇവിടെ പറയുന്നത്. രാജവചനമനാർകർണ്യജാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. അപ്പോൾ മന്ത്രി പറയുന്നത് എന്താണെന്നറിയോ? മന്ത്രിക്ക് രാജാവിൻ്റെ വാക്കാ വലുത്. രാജാവ് അരികത്തുണ്ട്, രാജ്ഞി അരികിലുണ്ട്. അപ്പോൾ രാജാവ് പറയാതെ ഞാൻ എങ്ങനെയാണ് ശ്രീരാമനെ വിളിക്കാൻ പോവുക? അപ്പോൾ രാജാവ് എൻ്റെ ആജ്ഞയിലാണ്, എനിക്ക് പോകാൻ പറ്റുമോ എന്ന് പറയുകയാണ് ഈ പറയുന്ന കൈകേയിയോട് സുമന്ത്രൻ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഈ പറയുന്ന രാജാവായിട്ടുള്ള ദശരഥൻ പറയുന്നു, എത്രയും പെട്ടെന്ന് ശ്രീരാമനോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയൂ എന്ന് പറയുന്നത്. എനിക്ക് ആ രാമൻ്റെ സുന്ദരമായ മുഖം എനിക്ക് കാണണം എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് ഉടൻ തന്നെ ശ്രീരാമനെ വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്നതാണ് കാണുന്നത്. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ. താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവേ. സൗമിത്രിയോടും കരേറീരതോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്നിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. സുമീന്ദ്രര് നേരെ പോയിട്ട് ആരോടത്ത് പറഞ്ഞു? ഈ പറയുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഗൃഹത്തിൽ പോയിട്ട് ശ്രീരാമചന്ദ്രനോട് കാര്യം പറഞ്ഞു. അവിടെ ലക്ഷ്മണനും ഉണ്ട്. അച്ഛൻ വിളിക്കുന്നുണ്ട്, അച്ഛനെ മോനെ കാണണമെന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആ മന്ത്രിയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ ഈ ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ തൻ്റെ തേരിൽ കയറി. അവിടെ തന്നെ നമ്മുടെ ലക്ഷ്മണനും ഒന്നിച്ച് കയറി നേരെ ദശരഥൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അവിടെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വന്നിച്ചു. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമീപനാശു സമുത്തായ സംഭ്രമൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമീപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരം ആരൂഢ ശോകം വിലാപം തുടങ്ങിനാർ. രോധനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പുക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചതന്നേരം കാരണമെന്തൊന്നു താത ദുഃഖത്തിനു. നേരെ പറവിന്നറിഞ്ഞവരെന്നതു അന്നേരം പറഞ്ഞിതു കൈകേയാ പുത്രിയും. ഇവിടെയാണ് വളരെ മനസ്സിന് ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നത്. ഈ താത ദുഃഖത്തിന് കാരണം ശ്രീരാമനാണ്. ശരിക്കും ശ്രീരാമനാണോ? കൈകേയിയാണ്.
അപ്പൊ ശ്രീരാമൻ ഈ പാദങ്ങൾ അങ്ങ് നമസ്കരിച്ചപ്പോൾ അതുവരെ തളർന്നിരിക്കുന്ന ദശരഥൻ കണ്ണുയർത്തി ഇങ്ങനെ നോക്കി. കരഞ്ഞു വീർത്ത് തുടുത്ത ആ മുഖങ്ങൾ, കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ, അതിൽ സാവധാനം ഇങ്ങനെ നോക്കുവാണ്. നോക്കുമ്പോൾ ശ്രീരാമചന്ദ്രനെ കണ്ടു. ഉടനെ ആ ശ്രീരാമചന്ദ്രനോടുള്ള അമിതമായ സ്നേഹാധിക്യത്താൽ ആ മകനെ വാരിപ്പുണരുന്നതിനായിട്ട് കൈകൾ രണ്ട് മുന്നോട്ടേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിച്ചു. കൈകൾ ഇങ്ങനെ മുന്നോട്ട് നീട്ടിപ്പിടിച്ചപ്പോൾ ആ ശ്രീരാമനെ പിടിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അദ്ദേഹം രാമ എന്ന് വിളിച്ചുകൊണ്ട് തളർന്ന് വീണ്ടും ആ മോഹാലസ്യപ്പെട്ടു അവിടെ വീണു എന്നാണ് പറയുന്നത്. ശ്രീരാമചന്ദ്രന്റെ ഹൃദയം നുറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു. സ്വന്തം പിതാവ് ബാഹുക്കൾ നീട്ടി വാരിപ്പുണരാൻ നോക്കുമ്പോൾ തളർന്ന് വീഴുന്ന ഒരു കാഴ്ച. എന്തോ വലിയൊരു അത്യാവശ്യം നടന്നിട്ടുണ്ട്. എല്ലാം ഭഗവാൻ അറിയാം. എന്നാലും മനുഷ്യനായപ്പോൾ മനുഷ്യൻ്റെതായ സഹജമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യണം. ഏതൊരാളും ഇത് വലിയൊരു കാര്യമാണ്. ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ നാരായണനാണെന്നറിയാം. പക്ഷേ ശ്രീരാമനായിട്ട് അവതാരമെടുത്തപ്പോൾ അവൻ മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ ചേഷ്ടകളും അവിടെ കാണിക്കണം. നമുക്കറിയാലോ, നമ്മളൊരു പ്രച്ഛന്ന വേഷത്തിന് പങ്കെടുത്തു. പ്രച്ഛന്ന വേഷത്തിന് പങ്കെടുക്കുമ്പോൾ ഒരു പിച്ചക്കാരൻ്റെ വേഷം കിട്ടുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ പിച്ചക്കാരനെ പോലെയല്ല, അദ്ദേഹത്തിൻ്റെ അഭിനയവും പിച്ചക്കാരൻ്റെ പോലെ ആയിരിക്കണം. ഒരു പട്ടിയുടെ വേഷമാണ് നമ്മൾ കിട്ടിയതെങ്കിൽ അത് നമ്മൾ സ്റ്റേജിലെത്തുമ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പട്ടിയാണെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾ കുരക്കണം. അപ്പം അത്തരത്തിൽ ഇവിടെ ഈ ശ്രീരാമചന്ദ്രന് കാര്യങ്ങളെല്ലാം അതേ അറിയാം. എന്നിരുന്നാലും അവിടെ മറ്റുള്ളവരെ അനുകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ താതനെ ആശ്ലേഷം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെ ഈ താതൻ ആശ്ലേഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ബോധം കെട്ടി വീഴുന്നു. ഉടൻ തന്നെ ശ്രീരാമചന്ദ്രൻ വാരിയെടുക്കുന്നു, എന്നിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് തൻ്റെ മടിയിൽ കിടത്തുകയാണ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ ആ ദാരുണമായ കാഴ്ച കണ്ടപ്പോൾ ഒന്നിച്ചുണ്ടായിരുന്ന സ്ത്രീകളെല്ലാം നിലവിളിക്കാൻ തുടങ്ങി. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, എന്തെങ്കിലും കണ്ടു ഞാൻ അന്നേരം അങ്ങോട്ട് കരയും. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളും മറ്റുള്ളവരും ഈ കാഴ്ച കണ്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ആ കരച്ചില് എന്തായാലും ഒരുപാട് ആൾക്കാരുടെ കരച്ചിൽ ഒച്ചത്തിലായിരിക്കുമല്ലോ. അത് കേട്ടിട്ടാണ് വസിഷ്ഠ മുനി അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം പ്രത്യേകമായി ശ്രദ്ധിക്കുക. എന്താണ്? ആരും ആരെയും അമിതമായി സ്നേഹിക്കരുത്. ഒരാളെയും അമിതമായി സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് അവരൊന്ന് വേർവിട്ട് പോകുമ്പോൾ അമിതമായ ദുഃഖമായിരിക്കും ഉണ്ടാവുക. ഒരു പെൺകുട്ടി കല്യാണപ്രായമെത്തിയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരൻ്റെ കയ്യിൽ പിടിച്ചു കൊടുത്ത് അവർ വാഹനത്തിൽ കയറി പോകുമ്പോൾ, പണ്ടുകാലങ്ങളിൽ ഇന്നില്ല, പണ്ടുകാലങ്ങളിലെ അച്ഛനും അമ്മയും ഒക്കെ ഒരു ഭാഗത്തിരുന്ന് കരയുന്നത് നമുക്ക് കാണാൻ കഴിയും. അവർ വാഹനത്തിൽ കയറി പോകുമ്പോൾ അവർക്കറിയാം എപ്പോഴായാലും ഈ മകൾ നമ്മളിൽ നിന്ന് വിട്ടു പോകേണ്ടതാണ്. പക്ഷേ ആ വാഹനത്തിൽ കയറി പോകുന്നതോട് കൂടിയിട്ട് അവരുടെ ബന്ധം അവിടെ പകുതി തീർന്നു. അതിനു മുമ്പ് വരെയുള്ള ബന്ധമല്ല പിന്നീട് ഉണ്ടാകുന്നത്. നമ്മൾ പലരും ചിന്തിക്കാത്തൊരു കാര്യം. അതുവരെ അമ്മയുടെ മടിയിൽ കിടന്നാൽ മാത്രമേ ഉറക്കം കിട്ടുകയുള്ളൂ. അച്ഛനോട് 4 വാക്ക് സംസാരിക്കണം, അച്ഛനോട് കുശലങ്ങൾ പറയണം. അതൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ അച്ഛനെയും അമ്മയും ഒരു നിമിഷം പോലും കാണാൻ കഴിയില്ല. കാണാൻ കഴിയാതിരിക്കില്ല. കാരണം അല്പനേരം കാണാതിരുന്നാൽ തന്നെ വിഷമമുള്ള മക്കളുണ്ട്. അതുപോലെ തന്നെ ഈ മകളെയും കാണാതിരുന്നാൽ അച്ഛനും അമ്മയ്ക്കും പ്രയാസമുണ്ടാകും. അത്ര കണ്ട് സ്നേഹമുണ്ടായിരുന്നതാണ്. ഇനി എന്താ സംഭവിക്കുന്നത്? വിവാഹം കഴിഞ്ഞു പോകുന്നതോടുകൂടി ആ വീട്ടിലാണ് അച്ഛനും അമ്മയും ഒക്കെ എപ്പോഴെങ്കിലും വിരുന്നുകാരിയായി വരുന്ന ഈ മകൾ മാത്രം. പിന്നീട് ക്രമേണ ഈ പെൺകുട്ടി ഈ അച്ഛനേക്കാളും ഈ അമ്മയെക്കാളും സ്നേഹിക്കുന്നത് ഭർത്താവിനെയായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ചെറുപ്പക്കാരനും. അവൻ്റെ അച്ഛനെയും അമ്മയെയും കാളും പിന്നീട് ഭാര്യയോടായിരിക്കും സ്നേഹം ഉണ്ടാകുക. ഈ സ്നേഹം അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിനോട് കുറഞ്ഞു, ഇവിടെ കൂടുന്നു. അന്യമായിട്ടുള്ളൊരു സ്ത്രീയും അന്യമായിട്ടുള്ളൊരു പുരുഷനും സ്നേഹത്തിൽ ദൃഢമാകുന്നു. ഈ അവസരത്തിൽ ഒരു 2 3 കുട്ടികളും കൂടി ആയിരിക്കട്ടെ, അതോടുകൂടി അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധം കുറേ കൂടി കുറയും. അവർ കുറച്ചും കൂടി വലുതായി വരുന്ന സമയത്ത് തൻ്റെ അച്ഛനെയും അമ്മയെ കാണാനും പോകില്ല, അവരെ അന്വേഷിക്കാനും പോകില്ല. കാരണം എന്താ? ആ ബന്ധം പൂർണ്ണമായിട്ടും ഇല്ലാതെയായി ഇവിടെ പുതിയ ബന്ധങ്ങൾ വരുന്നു. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. ഇനി ഇങ്ങനെ സ്നേഹിച്ച ആൾക്കാരനെ നാളെ നമ്മൾ വിട്ടു പിരിഞ്ഞു പോകും, മരണത്തിലേക്ക് പോകാം. അപ്പോൾ
അപ്പോഴും നമുക്ക് താങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ടറിയാം? ആത്മാർത്ഥമായ സ്നേഹം, കളങ്കമില്ലാത്ത സ്നേഹത്തിനാണത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ചിന്തിക്കേണ്ടത് വെച്ചാൽ നമ്മളോടൊപ്പം ഉള്ളവർ ഏത് നിമിഷവും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരാണ്. ഇവരൊന്നും തന്നെ സ്ഥായിയായിട്ട് ഇവിടെ ഉണ്ടാകില്ല എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും വേണം. ഇവിടെ ഈ ശ്രീരാമചന്ദ്രൻ ഒരിക്കലും പിരിഞ്ഞു പോകില്ല എന്ന ചിന്തയായിരുന്നല്ലോ ദശരഥനുണ്ടായത്. ഇതാ ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയത് എന്നിവിടെ പറയുന്നു. ഏതായാലും ഇവിടെ ഈ നാരീജനങ്ങളുടെ വിലാപം കേട്ടിട്ട് വസിഷ്ഠമുനി അങ്ങോട്ട് ഓടി വരികയാണ്. ആ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന മുറിയിലേക്ക് വസിഷ്ഠമുനി പ്രവേശിക്കുന്നു എന്നർത്ഥം. ശ്രീരാമദേവനും ചോദിച്ചതന്നേരം കാരണമെന്തൊന്നു താത ദുഃഖത്തിനു നേരെ പറവിന്നറിഞ്ഞവരെന്നതു അനേരം പറഞ്ഞിതു കേകയ പുത്രിയും. ശ്രീരാമൻ ചോദിക്കുകയാണ്, എൻ്റെ അച്ഛൻ്റെ ഈ ദുഃഖത്തിന് കാരണം എന്താണ്? ആരെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയൂ എന്ന് പറയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽപ്പുണ്ടല്ലോ. നിങ്ങൾക്കറിയോ എന്താണ് എൻ്റെ അച്ഛൻ്റെ ഈ ദുഃഖത്തിന് കാരണം? ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ അവിടെ ആർക്കും ഈ ദുഃഖം അറിയില്ല. കാരണം മന്ദരക്കും കൈകൈക്കും മാത്രമേ അറിയൂ, പിന്നെ ദശരഥനും. അവിടെ അവരാർക്കും അറിയുന്നില്ല. അപ്പോൾ കൈകൈ പറയുകയാണ്, കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണം ചേതസി നീ നിരൂപിക്കിലെഴുതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. താത ദുഃഖത്തിന് കാരണം നീ തന്നെയാണ്. നീ വിചാരിച്ചാൽ മാത്രമേ ഈ ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയത്. ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതും നീയല്ലോ. രണ്ടു വരം മമാദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ട ചേതസ. പറയുന്നത് ഈ അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം ആരാ? നീ തന്നെയാണ്, വേറെ ആരുമല്ല. പക്ഷെ നിനക്കത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ അച്ഛൻ്റെ ദുഃഖത്തിന് പരിഹാരം വരുത്തുവാൻ നീ മാത്രം വിചാരിച്ചാലേ സാധിക്കുകയുള്ളൂ. അച്ഛനൊരു പ്രത്യേകതയുണ്ട്. സൂര്യവംശത്തിലല്ലേ അച്ഛൻ്റെ ജനനം. അപ്പോൾ സത്യം പാലിക്കുന്നതിൽ വളരെ പ്രധാനിയാണ് നിന്റെ അച്ഛൻ. അപ്പോൾ ഈ സത്യം പാലിക്കാൻ കഴിയുകയില്ലേ എന്നുള്ളൊരു ദുഃഖമാണ് നിന്റെ അച്ഛനെ ഇപ്പോൾ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അച്ഛൻ്റെ ആ സത്യം പാലിക്കാനുള്ള കർത്തവ്യം മക്കളിൽ മൂത്തവനായ നിനക്കുണ്ട്. അതുകൊണ്ട് തന്നെ നീ വിചാരിച്ചാൽ മാത്രമേ ഈ ദുഃഖത്തിന് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നിവിടെ പറയുന്നു. എന്താണ് ആ ദുഃഖമെന്നല്ലേ? അത് പറയാം. രണ്ടു വരം മമാദത്തമായിട്ടുണ്ട് പണ്ടു നിൻ താതനാൽ സന്തുഷ്ട ചേതസ. നിന്നാലെ സാധ്യമായുള്ളെന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു കിന്നനായി വന്നിതു താതനറിക നീ. ഇവിടെ പറയുന്നത്, എനിക്ക് നിന്റെ അച്ഛൻ പണ്ട് 2 വരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ വരം ഇന്ന് വേണമെന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ ആ വരം സാധ്യമാക്കി തരണമെങ്കിൽ നീ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. പക്ഷെ നിന്നോട് പറയാൻ അച്ഛനൊരു നാണക്കേട്, ഒരു വിഷമം. അതുകൊണ്ടാണ് അച്ഛന് ഈ ദുഃഖം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നീ വിചാരിച്ചാൽ മാത്രമേ അത് ശരിയാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. സത്യഭാഷേന സംബന്ധനാം താതനെ രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. സത്യഭാഷേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപുത്ര സമുദ്ഭവനെന്നതറിക നീ. മാതൃവചനശൂലാഭിഹതനായ
മേദിനി ബാലകുമാരനാം രാമനും. ഇവിടെ പറയുന്നതറിയോ, ഈ 2 വരവും നിനക്ക് മാത്രമേ സാധ്യമാക്കി തരാൻ കഴിയുകയുള്ളൂ. അത് പറയാൻ മടിച്ചിട്ടാണ് ഉള്ളത്. കാരണം സത്യമാകുന്ന കയറിനാൽ ബന്ധിക്കപ്പെട്ടിട്ടാണ് ഉള്ളത് നിന്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും രക്ഷിക്കാൻ യോഗ്യനായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. ഒരു ഇതുണ്ട്, നിയമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുത്ത് എന്ന് പറയുന്ന നരകം. എന്താ ഈ പുത്ത് എന്ന് പറയുന്ന നരകം? നിരവധി നരകങ്ങളുണ്ട്. ഓരോ ആൾക്കാരുടെ കർമ്മത്തിനനുസരിച്ച് ഓരോ നരകത്തിലാണ് ചെന്ന് ചാടുക. നമുക്കറിയില്ല, മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകും, സ്വർഗത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ മരണാനന്തരം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ കർമ്മം അനുഷ്ഠിക്കേണ്ടതായി. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു പോയ കർമ്മത്തിനനുസരിച്ച് ഒരുപാട് നരകങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായി വരും ആ ആത്മാവ്. ആ ആത്മാവിന് അനുഭവിക്കേണ്ടുന്ന ഒരു ദുരിതമാണ് പുത്ത് എന്ന് പറയുന്ന ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു നരകം. ആ മരിച്ചു കഴിഞ്ഞ ശരീരത്തിൽ നിന്നും ആത്മാവ് വെളിയിലേക്ക് വന്ന് പിന്നീട് പ്രേതലോകത്തേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുന്ന 1 വർഷത്തെ യാത്രയിലാണ് പ്രേതലോകത്ത് എത്തിച്ചേരുക. അപ്പോൾ ആ പ്രേതലോകത്ത് എത്തിച്ചേരുമ്പോൾ അവർക്ക് ഗുണകരമായ കർമ്മങ്ങളാണ് ഇവിടെ മക്കൾ ചെയ്യുന്നത്. മക്കൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നില്ലേ? ഏത് ബലികർമ്മം ചെയ്യുന്നില്ലേ? ഓരോ ദിവസവും മൊത്തത്തിൽ 10 ദിവസം ബലിയിടുന്നില്ലേ? ഇത് ആരാ ചെയ്യേണ്ടത്? ഇത് പുത്ത് എന്ന് പറയുന്ന നരകത്തിൽ നിന്നും തൻ്റെ താതന്മാരെ എന്ന് വെച്ചാൽ മാതാപിതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആരാണോ ചെയ്യുന്നത് അവരെയാണ്. ചെയ്യുന്നവൻ ആണെങ്കിൽ പുത്രനും ചെയ്യുന്നവളാണെങ്കിൽ പുത്രിയും ആണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമനുസരിച്ച് 1 വർഷക്കാലത്തോളം മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് പ്രേതലോകത്തേക്ക് പോകും. ആത്മാവിനെയും കൊണ്ട് യമകിങ്കരന്മാർ കൊണ്ടുപോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ദുരിതങ്ങൾ, അവർക്കുണ്ടാകുന്ന ആ നരകം, ആ യാത്രയിൽ ഉണ്ടാകുന്ന നരകങ്ങളെ ത്രാണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് മക്കള് ഭൂമിയിൽ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്യുന്നവനെയാണ് പുത്രൻ എന്ന് പറയുന്നത്, ചെയ്യുന്നവളെയാണ് പുത്രി എന്ന് പറയുന്നത്. വെച്ചാൽ സ്ത്രീക്കും പുരുഷനും ഒക്കെ ഈ കർമ്മം ചെയ്യാം, അല്ലാതെ പുരുഷന് മാത്രമല്ല. മരണാനന്തര കർമ്മം എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് ആ പ്രേതലോകത്തുള്ള യാത്ര സുഗമമാകുന്നത്. ഇതിനെക്കുറിച്ച് ആധ്യാത്മിക കുടുംബം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് 1 കൊല്ലം കൊണ്ട് ആ പ്രേതലോകത്തെത്തുമ്പോൾ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്നും ഈ അവസരത്തിൽ നമ്മൾ ചെയ്യുന്ന ആ ബലികർമ്മത്തിൻ്റെ പിണ്ടമുണ്ടല്ലോ, ആ പിണ്ടം എങ്ങനെയാണ് ഇവർക്ക് ഉപകരിക്കുന്നത് എന്നൊക്കെ വളരെ വിശദമായിട്ട് ഗരുഡ പുരാണത്തിൽ പറയുന്ന കാര്യം ഞാൻ പ്രഭാഷണ രൂപത്തിലിട്ടിട്ടുണ്ട്. ആധ്യാത്മിക കുടുംബം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പുത്ത് എന്ന് പറയുന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യേണ്ടവനാണ് ആര്? ഈ പുത്രൻ. അതാരാ വിധിച്ചത്? ബ്രഹ്മദേവനാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് മക്കൾക്ക് പുത്രനെന്നും പുത്രി എന്നും പേര് വന്നിട്ടുള്ളതെന്നാണ് ഇവിടെ ഈ പറയുന്ന കൈകേയി മാതാവ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യം, ഈ അമ്മയുടെ വാക്കുകൾ പാലിക്കാൻ നീ ബാധ്യസ്ഥനാണ്. അച്ഛൻ്റെ ആഗ്രഹം, അച്ഛൻ്റെ ഈ ദുഃഖം ഇല്ലാതെ ആക്കാൻ നീ ബാധ്യസ്ഥനാണ്. നീ മൂത്ത പുത്രനാണ്, നിന്നെ കണ്ടിട്ടാണ് ഇളയവർ പഠിക്കേണ്ടത്. അപ്പം നീ ബാധ്യസ്ഥനാണ് എന്ന് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുക? നോക്കുക ശ്രീരാമൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ തന്നെ. ഏതായാലും നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഈ കാലഘട്ടത്തിൽ ഈ ചെയ്ത കർമ്മത്തിൻ്റെ എല്ലാ ഫലം ഇനി വരാൻ പോകുമ്പോൾ അനുഭവിക്കണം. നമ്മളും ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ദുരിതങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കഷ്ടപ്പാടുകൾ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് മറ്റുള്ളവർക്ക് മോശമായി ചെയ്തിട്ടുണ്ടാവും, ചതിയും വഞ്ചനയും കളവും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മൾ അനുഭവിക്കണം. അപ്പോൾ ഈ അനുഭവിക്കുന്ന സമയത്ത് അവരുടെ അനുഭവം തുടങ്ങുന്നത് മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ശവം ഇവിടെ ആ ഫസ്റ്റ് തന്നെ നമ്മൾ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പുള്ള കർമ്മങ്ങളുണ്ട്. ഈ സമയത്ത് ഈ ആത്മാവ് അവിടെ വന്ന് നിൽക്കുന്ന പറയുന്നത്. ആ കൂട്ടത്തിൽ യമകിങ്കരന്മാരും ഉണ്ടാകും. ഈ യമകിങ്കരന്മാരോട് കൂടി ഇവിടെ വന്ന് നിന്ന് പിന്നീട് അവിടെ ആദ്യമായി ഉണ്ടാക്കുന്ന ഇവർക്കൊരു പിണ്ട ശരീരം ഉണ്ടാക്കി കൊടുത്ത് അവിടെ നിന്ന് പിന്നീട് ഇവർ യമലോകത്തേക്ക് അല്ല പിതൃലോകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ഗരുഡ പുരാണത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. അതാണ് ഞാൻ പ്രഭാഷണം ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ
അവർക്ക് ഓരോ സ്ഥലത്തും അവർക്ക് ദുരിതങ്ങൾ, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാകും. അവിടെ നിന്നൊക്കെ അവർക്ക് രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് 10 ദിവസത്തെ ബലി കർമ്മം ചെയ്യണമെന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ആരെങ്കിലും 10 ദിവസം ബലികർമ്മം ചെയ്യുന്നുണ്ടോ? ചില ബ്രാഹ്മിൺസിൻ്റെ ഇടയിലും ചില ശ്രേഷ്ഠന്മാരായ കുടുംബക്കാർ മാത്രം ചെയ്യും, അതിൻ്റെ മഹത്വം പറഞ്ഞിട്ട്. പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നു, ഇന്ന് ചെയ്യുന്നില്ല. കാരണം എന്താ അറിയോ? ഇന്ന് ജീവിത തിരക്കാണ്. അവർ പറയുമെന്ന് വെച്ചാൽ സഞ്ചയനത്തിനോട് നമുക്ക് എല്ലാ കാര്യങ്ങളും മതിയാക്കാം, അന്ന് തന്നെ നമുക്ക് ഒന്നിച്ചൊരു ബലിയിടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബലിയിടലൊന്നുമില്ല, ഒന്നിച്ചൊരു ബലികർമ്മം ചെയ്യലൊന്നുമില്ല. ഓരോ ദിവസം ചെയ്യുമ്പോൾ അതിന് ഓരോ സ്ഥലത്ത് അപ്പോഴേക്കും നിശ്ചിത അകലത്തിലെത്തിയിട്ടുണ്ടാവും. നമ്മളിവിടെ കർമ്മം ചെയ്യുമ്പോഴേക്കും അവിടെ ഗുണം കിട്ടുക, പിന്നെ അവർ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത കർമ്മം ചെയ്യുന്നു, പിന്നെ അവിടേക്ക് ഗുണം കിട്ടുന്നു. അങ്ങനെയാണ്. ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രമേ കിട്ടുള്ളൂ, പിന്നീട് അവർക്ക് നരകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നരകങ്ങൾ അല്ലെങ്കിൽ ആ ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന ഈ ഒരു ബലികർമ്മം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ബലികർമ്മത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇനി ഈ ബലികർമ്മം നമ്മൾക്ക് ആണ്ടുബലിയൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, ഈ ആണ്ടുബലിയും മറ്റു കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ദൂര സ്ഥലത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ എത്രയാണോ നമുക്ക് പരിമിതമായ ആ സ്ഥല സൗകര്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. ആചാര്യന്മാരുണ്ടെങ്കിൽ ഉത്തമം, ഇല്ല എങ്കിൽ നമ്മൾ തന്നെ സ്വയം അതങ്ങോട്ട് ചെയ്യാം. അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആധ്യാത്മികം കുടുംബം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുണ്ട്. എങ്ങനെ നമ്മൾക്ക് സ്വന്തമായിട്ട് ബലികർമ്മം ചെയ്യാം, അത് കർക്കടക ബാബു ബലിയായാലും വേണ്ടില്ല, ആണ്ടുബലിയായാലും വേണ്ടില്ല, എല്ലാം ചെയ്യാം എങ്ങനെയെന്നുള്ളത് കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും രാമായണത്തിൻ്റെ സന്ദേശം നമ്മൾ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് വേണം, ഈ വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. രാമായണവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതിന് തൊട്ട് താഴെ കമൻറ്റ് എഴുതിയിട്ട് അതിലേക്ക് നിങ്ങൾ എഴുതിയിടുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതിയെടുത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ആവും, അവിടെ എഴുതിയിടുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അവിടെ ഒന്ന് തൊട്ട് കൊടുക്കുക. അതോടൊപ്പം തൊടുമ്പോൾ തന്നെ അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അതുകൂടി തൊട്ട് കൊടുക്കുക. തുടർന്ന് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം കൊണ്ടുവരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.